എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ ബോച്ചേട്ടി. ശരിക്കും ബോച്ചേട്ടി നമ്മളെങ്ങനെ അറിയുന്നത്? ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടോ അല്ല ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് കൊണ്ടോ ഒന്നുമല്ലല്ലോ. നമ്മളെങ്ങനെ അറിഞ്ഞേ? കൃത്യമായിട്ടുള്ള മാർക്കറ്റിങ്ങാണ്. അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ശരിക്കും പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഈ പ്രൊഡക്റ്റിൽ മാത്രം നോക്കാം. ടാറ്റൻ്റെ ഒരുപാട് ഏക്കർ സ്ഥലം വയനാട്ടിൽ അവർ വാങ്ങിയിട്ടുണ്ട്. 1000 ഏക്കറയോളം എന്നാണ് കണക്ക് പറയുന്നത് ആര്? ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ അത്രയും ഏക്കറിൽ നിന്ന ടീ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീ പൗഡർ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം? ഇപ്പോൾ കേരളം ഓൾറെഡി നല്ലൊരു മാർക്കറ്റാണ് ടീ പൗഡറിൻ്റെ. പക്ഷേ ഓൾറെഡി ഇഷ്ടംപോലെ ബ്രാൻഡുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ മത്സരത്തിൻ്റെ മാർക്കറ്റിലേക്ക് എങ്ങനെ പെട്ടെന്ന് എത്താം? അതിനവർ ഉപയോഗിച്ചിരുന്ന ഈ മാർക്കറ്റിംഗ് മെത്തേഡാണ് ഇത്. ബോച്ചട്ടീൻ്റെ ആ മാർക്കറ്റിംഗ് മെത്തേഡാണ് വളരെ കാരണം വെച്ചാൽ ഒരു പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ അതിൽ കൊടുക്കുന്ന ബോണസ്. ഈ ബോണസാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് എന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം. ഇത് ശരിക്കും ബോണസാണ്. ഈ ബോണസിനെ ഹൈലൈറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് ഇറലവൻ്റ് എന്ന് പറഞ്ഞാൽ ഇറലവൻ്റാ. കാരണം അതിനൊരു പ്രസക്തിയില്ല. എല്ലാവരും വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ബോണസ് എന്ന് പറഞ്ഞ സാധനത്തിലേക്കാണ് എല്ലാവരും കണ്ടത്. എന്ന് വെച്ചാൽ സമ്മാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം കേരളത്തിലെ വലിയൊരു മാർക്കറ്റ് ഷെയർ അറ്റ്ലീസ്റ്റ് ഒരു 20% എങ്കിലും ടീ മാർക്കറ്റ് അവർ പിടിച്ചടക്കി. കാരണം അത് മനഃപൂർവ്വം വാങ്ങേണ്ടി വന്നു. ആർക്കും അത് ഇഷ്ടമായിട്ട് വാങ്ങണമെന്നല്ല. ഓൾറെഡി ഒരുപാട് ഇഷ്ടംപോലെ ബ്രാൻഡുകൾക്ക് അവരെ സെയിലായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക. ഈ ടാറ്റ ടീരിയോ അല്ലെങ്കിൽ വേറെ AVT ആയാലും ശരി, മറ്റു വലിയ ബ്രാൻഡുകൾ ഉണ്ടാവും. അവരുടെയൊക്കെ സെയിൽസ് നിന്നാണ് ബോബി ചെമ്മണ്ണൂർ വാങ്ങുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ 40 രൂപക്ക് ഒരു ടീ പൗഡർ വാങ്ങുമ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താ? വാങ്ങുന്ന ഒരു പ്രതീക്ഷ എന്താ? ഈ സമ്മാനം. കേരള ലോട്ടറിൻ്റെ സെയിലിനെ പോലും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പഠിക്കാനുണ്ട്. കാരണം നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പ്രൊഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ബോണസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്റ്റിനാണ് റെലവൻ്റ് അല്ലാണ്ടാക്കുക. പ്രൊഡക്റ്റിന് മുകളിൽ ബോണസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പല പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഓൾറെഡി ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ നിന്നും ഇതുപോലുള്ള എന്തെങ്കിലും ബോണസ് ആഡ് ചെയ്തിട്ട് വിൽക്കാൻ ശ്രമിക്കാം. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ തുറന്ന് കാണിക്കുന്നത്. അത് അദ്ദേഹത്തിനെ പോലെ വലിയ ബിസിനസ്സുകാർക്കല്ല, ചെറിയവർക്കും അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നാട്ടിലാണ് അങ്ങനെ ഒരു അവസരം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയറായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവരോ എന്ത് ചെയ്യാം? ഇങ്ങനെ പലരും വലിയവർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ ചെറിയ വേർഷൻ. ഇപ്പോൾ എക്സാമ്പിൾ സുഡിയോ 1000 താഴെയുള്ള ഐറ്റംസ് മാത്രമേ വിൽക്കുന്നുള്ളൂ. ഇപ്പം അതേ മെത്തേഡിൽ ഇപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയവരെ കോപ്പി ചെയ്യുക എന്നുള്ളത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ എക്സാമ്പിൾ കുറേ ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല ബിസിനസ്സുകാരും. അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ വലിയവർ ചെയ്യുന്ന മെത്തേഡ് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആമസോണിന് അതേ കോപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട്. പക്ഷെ ഇപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ മാർക്കറ്റ് ഷെയർ എടുക്കുന്നു. അപ്പം വലിയവരെന്താ ചെയ്യുന്നത്? അതിൻ്റെ ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിൻ്റെ ചെറിയ വേർഷനായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ എന്തും ആവാം. ഏത് ബിസിനസ്സിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ എന്നാൽ.